ഈ തൊട്ടടുത്തുള്ള ദിവസം ബഹുമാനപ്പെട്ട CM നാളെ കഴിഞ്ഞിട്ട് കോഴിക്കോട് പോവുകയാണ്. ഫറൂഖിൽ അവിടെ കിഫ്ബിയിലൂടെ ഒരു കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചു. അതിന് തൊട്ട് പിറ്റേ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MLT ബ്ലോക്ക് കിഫ്ബിയിലൂടെ ഒരു കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചു. ഇങ്ങ് പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ, കാസർഗോഡ് കർണാടകവുമായിട്ട് അതിരിടുന്ന നിയോജക മണ്ഡലം മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്തിൻ്റെ MLA നിയമസഭയിൽ പറഞ്ഞു, 45 വർഷത്തിന് ശേഷം ഇതാ എൻ്റെ നിയോജക മണ്ഡലത്തിൽ അതിവിപുലമായിട്ടുള്ളൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രതിപക്ഷത്താണ്, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് നാം കാണേണ്ടതായിട്ട് ഉണ്ട്. ഓരോ വർഷവും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 3 വർഷങ്ങളായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിനുള്ള പുരസ്കാരം കേരളത്തിനാണ് നൽകുന്നത്. 1600 കോടി രൂപയാണ്. ഇത് മാത്രമല്ല, ക്യാൻസർ ചികിത്സ വികേന്ദ്രീകരിച്ചു, സൗജന്യമായി പരമാവധി ചെയ്യുന്നു. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ സാധ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നാം കാണണം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി, കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ. ലാബ് സൗകര്യം ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ആഴ്ചയിൽ 2 ദിവസം അവിടെ ക്യാൻസർ സ്ക്രീനിങ് ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2023 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, അതിന് താഴെ 3-4 വാർഡുകൾ ചേരുന്നിടത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തു. രോഗപ്രതിരോധമാണ് അവിടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കാണ്, സൗജന്യമാണ് മുഴുവൻ പരിശോധനയും. പ്രമേഹമോ രക്തസമ്മർദ്ദമോ വിളർച്ചയോ ഒക്കെ പരിശോധിക്കാം. പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ദിവസമുണ്ട്, രക്താതിമർദ്ദമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ദിവസങ്ങളുണ്ട്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഈ കാലഘട്ടത്തിൽ ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ഉൾപ്പെട്ടു. അപൂർവ രോഗ ചികിത്സയ്ക്കുള്ള മികവിൻ്റെ കേന്ദ്രമായി രാജ്യത്തെ 10 ആശുപത്രികളെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മുടെ SIT തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരിടത്തും അമീബയും ഫംഗസും കൂടി വന്ന ബ്രെയിനെ ബാധിച്ച ഒരു രോഗി രക്ഷപ്പെട്ടിട്ടില്ല. ഒരു ഡോക്യുമെൻറ്റുമില്ല, മെഡിക്കൽ രംഗത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മുടെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള അവരാണ് പറഞ്ഞത്, നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ലേമനായിട്ടുള്ള നമുക്ക് അറിയില്ല, ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെ ഒരു ഡോക്യുമെൻ്റ്, ക്ലിനിക്കൽ ഡോക്യുമെൻ്റ് ലോകത്തൊരിടത്തുമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആഴ്ചകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം അമീബയും ഫംഗസും ബാധിച്ച ഒരാൾ അത് സൗഖ്യമായി ജീവിതത്തിലേക്ക് തിരിച്ച് നടന്നു വന്നു എന്നുള്ള അനുഭവമുണ്ട്. അതാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത്, ചികിത്സാ രംഗത്ത്, അതോടൊപ്പം അക്കാഡമിക് തലങ്ങളിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട് ഇതൊരു ഉത്സവമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു.